സെക്രട്ടറി ഇന്നലെ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യങ്ങൾ പറയുന്നത് പി സരിനും AK ഷാനിവെല്ലാം പറയുന്നത് കേട്ടാണ് ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ അവരുടെ വാക്ക് കേട്ട് നടക്കുന്നത് ശരിയല്ല. കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറയണതേ, ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണല്ലോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. ഞങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപദേശമാണ്. അല്ലാതെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ BJP രാഷ്ട്രീയത്തെ പോലെ ഈ നേതാക്കളുടെ പെട്ടി തൂക്കി അവരുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ കേട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നവരല്ല. വ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങളത് പറയും, ഇല്ലെങ്കിൽ അത് പറയില്ല. അതാണ്. പിന്നെ കാലും വെട്ടും കായും വെട്ടും എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യത്തിൻ്റെ ഒരു രസത്തിന് കൂട്ടി പ്രാസം ചേർത്തി പറയുന്ന കാര്യങ്ങളായിരിക്കും. അതിനൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ, എൻ്റെ സംഘടനാ കാലം മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം നേരിട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരൻ്റെ ഈ മുദ്രാവാക്യം കേട്ടിട്ട് സുരേഷ് ബാബു അങ്ങനെ ചൂളിപ്പോകും എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സിലെ എന്നെക്കുറിച്ച് അറിയാത്തവരൊരു മുദ്രാവാക്യം വിളിച്ചതിനെയൊക്കെ ഞാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഷാഫിയെ പ്രതിസന്ധിയിലാക്കണമെന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരാണ് ഈ കോലിട്ടിളക്കുന്നതെന്ന് കരുതുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായം അതാ. നിങ്ങൾ ഇനി ഇന്നലെ ഇപ്പം നിങ്ങൾ ഞാൻ പറയാത്ത പേരിനെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അത് വളരെ നന്നായി. ആ മാധ്യമങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യം ഏത് അല്ല, നിങ്ങൾ ആളെ കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന് കൂടി പ്രതികരണം തേടി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല, അതായത് താങ്കളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പലതും പറയും. അതായത് ഞാൻ എൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി. കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം. കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അതെ, അല്ലല്ല, അങ്ങനെ തെറ്റായിപ്പോ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് പ്രത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് തെറ്റായിപ്പോയി എന്ന് പറയും. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിലിനെ പോലെ ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകൾ, ഇപ്പൊ ബംഗളൂരു എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് ഈ ആളുകളെ കൊണ്ടുപോകും ഷാഫി പറമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഒരു ഇപ്പൊ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിങ്ങളിപ്പോ എന്ത് ചോദിച്ചാലും ഇപ്പൊ പ്രതികരിക്കുന്നില്ല. ഇപ്പൊ പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ പറയാൻ അറിയാതെയല്ല, പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് എന്തിനത് അത് ഏഷ്യാനെറ്റുകാർക്ക് തോന്നുന്നതാണ്. അത് അങ്ങനെയും കൊടുത്തോ, വേണമെങ്കിൽ അങ്ങനെയും കൊടുത്തോ.